ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിറ്റി ആൻഡ് റിവേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. സോ നമ്മുടെ ജി കെയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് സിറ്റി ആൻഡ് റിവേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കിഴക്കോട്ട് ഒഴുകുന്നത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബട്ട് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചില നദികളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ സിറ്റിയായി ഇങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ എക്സാക്റ്റ് അത് എവിടെ ആയിരിക്കും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടു ആസ്പെക്റ്റിൽ ഇതിനെ പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് സിറ്റി എപ്പോഴും റിലേറ്റ് ചെയ്ത് വരുന്നത് എപ്പോഴും ഒരു റിവർ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ പ്രാചീന കാലം മുതലേ അങ്ങനെ ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, സിന്ധു നദി തട സംസ്കാരം ഉണ്ട് നമുക്ക്. എന്തുകൊണ്ടാണ് സിന്ധു നദി റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ പല സിറ്റികളും കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ളത് ഒരു റിവറിനെ ആസ്പെക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു നദി എടുക്കുന്ന സമയത്ത് ഏതൊക്കെ സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ആ നദി പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റിനെ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് അത് പോകുന്നത്, അത് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമതെന്ന് പറയുമ്പോൾ ഏത് നദി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിറ്റി വന്നിട്ടുള്ളത്, ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പറയാൻ പറ്റും. സോ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ സിറ്റി ആൻഡ് റിവേഴ്സ് ആണ് എടുക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഏതാണ്, ഹൈദരാബാദ് ലൊക്കേറ്റഡ് ഇൻ ബാങ്ക് ഓഫ് വിച്ച് റിവർ. അതായത് ഹൈദരാബാദ് സിറ്റി ഏത് റിവറിൻ്റെ തീരത്താണ് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത്, ഏത് റിവർ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈദരാബാദ് സിറ്റി ഉയർന്നു വന്നിട്ടുള്ളതാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൂസി ഉണ്ട്, പിന്നെ ബി പറയുന്നത് എന്താണ്, തുംഗഭദ്രയാണ്, സി എന്ന് പറയുന്നത് ഇന്ദ്രാവതിയാണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, മുന്നേറോ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, നിങ്ങൾ ഏതാണ് വിചാരിക്കുന്നത്? സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൂസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ആലോചിക്കാനുള്ള ഒരു കോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഹൈദരാബാദിൽ മ്യൂസിയം ഒക്കെ ഒരുപാടുണ്ട് അല്ലേ. ഒരുപക്ഷെ ഹൈദരാബാദ് നഗരം തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് അവിടുത്തെ മ്യൂസിയം ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂസിയം റിലേറ്റ് ചെയ്തത് പറയാം, ഹൈദരാബാദ് മ്യൂസിയം, മൂസി അല്ലേ, മൂസി നദി റിലേറ്റ് ചെയ്തിട്ടാണ് ഹൈദരാബാദ് വന്നിട്ടുള്ളത്. ഹൈദരാബാദിൽ ഒരുപാട് മ്യൂസിയം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് അങ്ങനെ കണക്ട് ചെയ്ത് പറയാം. യൂസ്ഫുൾ അല്ലേ? ദെൻ ഫൈൻ. സെക്കൻഡ് നോക്കാം, എന്താണ്, നാഷിക് ലൊക്കേറ്റഡ് ഇൻ ദി ബാങ്ക് ഓഫ് വിച്ച് റിവർ. നാഷിക് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി എവിടെയാണ് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്ത് വന്നിട്ട്, ഏത് റിവറിനെ ബേസ് ചെയ്തിട്ടാണ് ലൊക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഭീമയാണ്, ബി എന്ന് പറയുന്നത് എന്താണ്, ഗോദാവരിയാണ്, സി എന്ന് പറയുന്നത് കൃഷ്ണയാണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, നർമ്മദയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഗോദാവരിയാണ്. സോ ഇതിൻ്റെ കോഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫണ്ണിയസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് പൊട്ടത്തിലേക്കും പറയുന്നുണ്ടാവുന്നത്, പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കോഡിലേക്ക് പോകാം അല്ലേ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബാങ്ക് എടുക്കാം. ഒരു ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമ്മുടെ കറക്റ്റ് ആൻസർ ഗോദാവരി അല്ലേ. അപ്പോൾ ബാങ്കിന് മുമ്പിൽ നമ്മൾ ഗോതമ്പിന് വേണ്ടി വരി നിന്നിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ. അത് നമ്മളെ സംബന്ധിച്ചോളം വലിയ നഷ്ടമായിരിക്കും, നാശിക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചേക്കാം, ഒരു ബാങ്ക് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ ഒരു ഗോതമ്പിന് വേണ്ടിയിട്ട് വരി നിന്നിട്ട് ഒരു കാര്യമില്ല, അത് നമ്മളെ സംബന്ധിച്ചോളം എന്തായിരിക്കും, നഷ്ടമായിരിക്കും. അപ്പോൾ ഈ ഒരു കോഡ് എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിച്ച് നോക്കാം. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എന്താണ്, കൊൽക്കത്ത ലൊക്കേറ്റഡ് ഇൻ ബാങ്ക് ഓഫ് വിച്ച് റിവർ. കൊൽക്കത്ത എന്ന് പറയുന്ന സിറ്റി ഏത് റിവർ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? എ എന്ന് പറയുന്നത് എന്താണ്, മഹാനന്ദയാണ്, ബി എന്ന് പറയുന്നത് ഹൂഗ്ലി നദിയാണ്, സി എന്ന് പറയുന്നത് ടീസ്റ്റയാണ്, അതുപോലെ ഡി എന്ന് പറയുന്നത് നർമ്മദയാണ്. സോ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് ഇത് അറിയാവുന്നുള്ളത്, കാരണം ഹൂഗ്ലി നദി നമ്മൾ ഒരുപാട് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഹൂഗ്ലി നദി, അവിടുത്തെ വ്യാപാരം വ്യവസായമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയൊരു കോഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് നിങ്ങൾ ഒബ്വിയസ്ലി എന്തായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്, അറിയാത്തവർ എന്ത് ചെയ്യും, ഗൂഗിൾ ചെയ്യും. ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹൂഗ്ലി കിട്ടും. അങ്ങനെ ആലോചിക്കുക, കൊൽക്കത്തൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിവർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹൂഗ്ലി കിട്ടും. അങ്ങനെ ആലോചിക്കുക. ഓക്കെ, ദെൻ ഹൂഗ്ലിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഏതാണ് വരുന്നത്, വിച്ച് സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ബാങ്ക് ഓഫ് ദി ഫൽഗു റിവർ. ഫൽഗു റിവർ റിലേറ്റ് ചെയ്തിട്ട് ഏത് സിറ്റിയാണ് വന്നിട്ടുള്ളതെന്നാണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഗയ ആണ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് റാഞ്ചിയാണ്, സി എന്ന് പറയുന്നത് സോലപ്പൂർ ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, തൻപുടാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, ഗയ ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ദെൻ ഗയ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോത്ത ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ് വിച്ച് റിവർ. ഗോത്ത എന്ന് പറയുന്ന ആ ഒരു സിറ്റി ഏത് റിവർ ബേസ് ചെയ്തിട്ടാണ് ലൊക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബൻസാണ്, ബി എന്ന് പറയുന്നത് ലൂണി, സി എന്ന് പറയുന്നത് ചമ്പലാണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, ബൻഗംഗയാണ് കേട്ടോ. ബൻഗംഗയാണ് എന്ന് പറയുന്നത് ഡി ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സോ ചെമ്പലാണ്. അപ്പോൾ ഇത് ആലോചിച്ചേക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കണം എന്താ വെച്ചാൽ, ഒരു ചെമ്പിൻ്റെ കോട്ട നിങ്ങൾ ആലോചിച്ചേക്കാം. കോട്ട എന്ന് പറയുന്ന സിറ്റി ആണല്ലോ, അത് ഏത് റിവറായിട്ട് വന്നിട്ട് റിലേറ്റ് ചെയ്യുന്നത്, ചെമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള റിവറായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് എന്താ, ഒരു ചെമ്പിൻ്റെ കോട്ട നിങ്ങൾ ആലോചിക്കുക. ഇത് ചെമ്പിൻ്റെ കോട്ടയല്ല, ബട്ട് ഈ ഒരു കോട്ട ചെമ്പിൻ്റെ കളറാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ചെമ്പിൻ്റെ കോട്ട നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ടു കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ.
സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കോഡൊക്കെ അറിയുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.